നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ നാട്ടിലെ സ്കൂൾ പ്രായക്കാരായ കുട്ടികളിൽ വളരെ പെട്ടെന്ന് പടർന്നുകൊണ്ടിരിക്കുന്ന മംസ് എന്ന രോഗത്തെക്കുറിച്ചാണ്. മംസ് അഥവാ മുണ്ടിനീര്, മുണ്ടിവീക്കം എന്ന പേരിൽ അറിയപ്പെടുന്നു. ചില പ്രദേശങ്ങളിൽ ഇതിനെ താടവീക്കം എന്നും പറയാറുണ്ട്. കുട്ടികളിൽ തമ്മിൽ വളരെ പെട്ടെന്ന് പടരുന്ന ഈ അസുഖം മൂലം പല സ്കൂളുകളും അടച്ചിടേണ്ടി വന്ന വാർത്ത നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവാം. മംസ് എന്നത് ഒരു വൈറസ് ജന്യ രോഗമാണ്. പാരാമിക്സോ വൈറസ് എന്ന വിഭാഗത്തിൽപ്പെട്ട വൈറസാണ് മംസ് വൈറസ്. 5 മുതൽ 15 വയസ്സുള്ള കുട്ടികളിലാണ് സാധാരണയായി ഈ രോഗബാധ കാണാറുള്ളത്. തീരെ ചെറിയ കുട്ടികളിലും മുതിർന്നവരിലും വളരെ റെയറായിട്ട് ഈ അസുഖം കാണപ്പെടാറുണ്ട്. തുമ്മുമ്പോഴും ചുമക്കുമ്പോഴും ഉണ്ടാവുന്ന കണികളിൽ കൂടെയാണ്, വായുവിലൂടെയാണ് മംസ് വൈറസ് പകരുന്നത്. അത് നേരിട്ടുള്ള സ്പർശനത്തിലൂടെയും പകരാം. ശരീരത്തിലെത്തി 1 മുതൽ 2 ആഴ്ച കഴിഞ്ഞാണ് ലക്ഷണങ്ങൾ പുറത്തേക്ക് കാണപ്പെടുക. പനി, ശരീരവേദന, തലവേദന മുതലായവ തുടങ്ങി 2 ദിവസത്തിനകം ഉമിനീരിൻ്റെ ഗ്രന്ഥിയുടെ വീക്കം കാണപ്പെടുന്നു, അഥവാ പെരോട്ടിഡ് ഗ്രന്ഥിയുടെ വീക്കം കാണപ്പെടുന്നു. ചെവിയുടെ പുറകിലും താഴെയും മുന്നിലുമായിട്ടാണ് ഈ പെരോട്ടിഡ് ഗ്രന്ഥിയുടെ വീക്കം കാണപ്പെടാറ്. ഒരു ഭാഗത്ത് തുടങ്ങുന്ന വീക്കം 70% കുട്ടികളിലും മറ്റേ ഭാഗത്തേക്കും വ്യാപിക്കാറുണ്ട്. വീക്കത്തോടൊപ്പം കുട്ടികളിൽ വീക്കമുള്ള ഭാഗത്ത് കഠിനമായ വേദനയും വെള്ളമിറക്കാനും ഭക്ഷണം കഴിക്കാനും വേദനയും ചിലപ്പോൾ അനുഭവപ്പെടാറുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഈ വേദന ചെവിയിലേക്കും ചില കുട്ടികൾ വേദന പറയാറുണ്ട്. സാധാരണ നിലയിൽ നേരത്തെ പറഞ്ഞ ശാരീരിക ബുദ്ധിമുട്ടുകൾ 7 മുതൽ 10 ദിവസം വരെ അനുഭവപ്പെടുമെന്നെങ്കിലും പതുക്കെ കുറഞ്ഞു വരികയാണ് പതിവ്. എന്നാൽ ഏതാനും ചില കുട്ടികളിൽ സങ്കീർണതകളിലേക്ക് പോകാം. 1 മുതൽ 10% വരെ കുട്ടികളിൽ ഇവ കാണപ്പെടുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് തലച്ചോറിനെ ബാധിക്കുന്ന എൻകഫലൈറ്റിസ്, മെനിഞ്ചൈറ്റിസ് എന്നിവയാണ്. അതുമൂലം നിർത്താതെയുള്ള ഛർദി, തലവേദന, തളർച്ച തുടങ്ങിയവ ഉണ്ടാവാം. ചില കേസുകളിൽ അപസ്മാരം വരെ ഉണ്ടായേക്കാം. കൗമാരപ്രായക്കാരായ കുട്ടികളിൽ വൃഷ്ണത്തിൽ നീർക്കെട്ട് കാണപ്പെടാറുണ്ട്. അതിൻ്റെ ഭാഗമായി വൃഷ്ണത്തിന് ശോഷണം സംഭവിക്കുകയും വന്ധ്യതയിലേക്കും അത് നയിച്ചേക്കാം. മംസ് മറ്റു ശരീര അവയവങ്ങളെയും ബാധിക്കാം. അതിൻ്റെ ഭാഗമായി സന്ധികളിൽ വേദന, നീർക്കെട്ട്, അതേപോലെ പാൻക്രിയാസിൻ്റെ നീർക്കെട്ട് തുടങ്ങിയവ കാണപ്പെടാറുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു വൈറസ് ജന്യ രോഗമായതിനാൽ മംസിന് സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നമുക്ക് ലഭ്യമല്ല. വേദനകൾ കുറയ്ക്കാനുള്ള വേദന സംഹാരി, നീർക്കെട്ടിനായുള്ള മരുന്നുകൾ, ശാരീരിക ലക്ഷണങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയുള്ള കോൾഡ് അപ്ലിക്കേഷൻ എന്നിവയാണ് നമ്മൾ സാധാരണ കുട്ടികൾക്ക് നിർദ്ദേശിക്കാറ്. അതിൻ്റെ കൂടെ തന്നെ വിശ്രമവും അത്യാവശ്യമാണ്. മിക്കവാറും കുട്ടികളിൽ തനിയെ മാറുന്ന അസുഖമാണ് മംസെങ്കിലും ഏതാനും ചില കുട്ടികളിൽ സങ്കീർണതകൾ കാണപ്പെടാറുണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ പ്രതിരോധമാണ് മംസിനെതിരെയുള്ള ഏറ്റവും വലിയ പരിഹാരം. അതിനുവേണ്ടി ഏറ്റവും ഫലപ്രദമായത് MMR എന്ന വാക്സിനാണ്. പല രക്ഷിതാക്കളുടെയും സംശയം, അവർ ഇതുവരെയുള്ള എല്ലാ കുത്തിവയ്പ്പുകളും എടുത്തിട്ടും എൻ്റെ കുട്ടിക്ക് എന്തുകൊണ്ട് മുണ്ടിവീക്കം വന്നു എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ ഗവൺമെൻറ് ഷെഡ്യൂൾ പ്രകാരം, നമ്മളെ സർക്കാർ ആശുപത്രികളും ക്ലിനിക്കുകൾ PHCകളിലും ഫോളോ ചെയ്യുന്ന ഗവൺമെൻറ് ഷെഡ്യൂൾ പ്രകാരം MMR വാക്സിൻ അല്ല നൽകുന്നത്, MR വാക്സിനാണ്. അതുകൊണ്ട് തന്നെ അത് മംസിനെതിരെയുള്ള പ്രതിരോധം അവയിലൂടെ ലഭിക്കുന്നതല്ല. ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് IAP ഷെഡ്യൂൾ ഫോളോ ചെയ്യുന്ന പ്രൈവറ്റ് ക്ലിനിക്കുകളും ഹോസ്പിറ്റലുകളിലും MMR വാക്സിൻ ലഭ്യമാണ്. അത് 3 ഡോസാണ് നിർദ്ദേശിക്കപ്പെടുന്നത്. 9 മാസത്തിലും 15 മാസത്തിലും അതേപോലെ 4 തൊട്ട് 6 വയസ്സിലും. നമ്മുടെ നാട്ടിൽ പരക്കെ ലഭ്യമായ ഈ വാക്സിൻ കൊടുക്കുന്നത് മൂലം കുട്ടികളെ മംസ് എന്ന രോഗത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുത്താവുന്നതാണ്. ചുരുക്കത്തിൽ, വളരെ പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന രോഗമായ മംസ് ചില കുട്ടികളിൽ ഗുരുതരമായ സങ്കീർണതകൾക്ക് കാരണമാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫലപ്രദമായ MMR വാക്സിൻ എടുക്കുക എന്നതിലൂടെ നമ്മുടെ കുട്ടികളെ നമുക്ക് സംരക്ഷിക്കാം. താങ്ക് യു.